ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ പ്ലഷർ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടിരുന്നതാണ്. വണ്ടി സ്റ്റാർട്ടാവാണ്ട് വണ്ടി വീട്ടിലിരിക്കായിരുന്നു. അപ്പോൾ നമ്മൾ പോയി എടുത്തുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഉപയോഗിക്കാതെ ഇരുന്ന് വന്നേക്കണ കംപ്ലൈൻ്റാണ്. പറയാൻ കാരണം വെച്ചാൽ ഈ കാർബേറ്ററിനകത്ത് പെട്രോൾ കിടന്ന് മെൽറ്റായ ഒരു അവസ്ഥയിലാണ് ഇത് കാണുന്നത് കേട്ടോ. ഈ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ ശരിക്കും വഴുവഴുവെന്നുള്ളൊരു അവസ്ഥയിലാണ് പെട്രോൾ കിടക്കുക. അത് ഈ സ്ലോ ജെറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുള്ള് ബ്ലോക്കായേക്കാണ്. പെട്രോൾ കൂടുതലായിട്ട്, അതായത് ഈ പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട് അത് കത്തുന്ന സമയത്ത് പൊല്യൂഷൻ കൂടുതലായിരിക്കും. അങ്ങനെ വന്നിട്ട് ഈ പ്ലഗ് പോയേക്കാണ്. കാരണം ഇത് പ്ലഗിന് വലിയ പഴക്കമായിട്ടില്ല, വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്, പക്ഷേ പ്ലഗ് അതിൽ ഷോർട്ടായി പോയേക്കാണ്. അപ്പോൾ നിലവിൽ ഉപയോഗിക്കാതിരുന്ന് കംപ്ലൈൻറ്റ് വന്നേക്കണതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാത്ത മാർഗ്ഗമില്ല. കാരണം ഇപ്പോൾ ഈ കാർബേറ്ററിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ക്യാമറയിൽ കൃത്യമായിട്ട് കിട്ടുമോയെന്നറിയില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പൊടി പിടിച്ചേക്കണ പോലെ ഇരിക്കണുണ്ടോ, ഫംഗസ് പിടിച്ചേക്കണ പോലെയാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അത് ശരിക്കും കാർബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്, മെറ്റീരിയൽ വന്നിട്ട് അലുമിനിയമാണ്. അലുമിനിയം വാട്ടർ കണ്ടൻറ്റ് റിയാക്ഷൻ വന്നിട്ട് സംഭവിച്ചേക്കണ കേസാണത് കേട്ടോ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്, 20% എത്തനോളാണ് മിക്സിങ്. അത് കറക്റ്റായിട്ട് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത വണ്ടികളിൽ കാണുന്നൊരു കംപ്ലൈൻ്റ് ആണത്. ഇത് ശരിക്കും നോക്കുമ്പോൾ ഒരു പൊടി പോലെ വരും, നമ്മുടെ കൈമൊക്കെ കാണും ആവും. ഇതുണ്ട ഇതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാൽവ്, ഇതിൻ്റെ ഉള്ളിലാണ് ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഐറ്റം വരാം. ഈ വന്ന യൂണിറ്റ് ഫ്ലോട്ട് വാൽവ് എന്നാണ് പറയുക. അത് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പെട്രോൾ ഇതിനകത്ത് ചേമ്പറിൽ ഫില്ലാവണതിൻ്റെ അനുസരിച്ചിട്ട് ഈ ഫ്ലോട്ട് പൊന്തുകയും ഈ വാൽവ് അതിനകത്ത് പോയി പ്രസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് പെട്രോൾ കറക്റ്റ് അതിൻ്റെ റിസർവ് കപ്പാസിറ്റിയിലായി കഴിഞ്ഞാൽ നിലവിൽ അത് ഓഫായി നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതായത് ഈ ചെന്നിട്ട് ഈ കൂർത്ത ഭാഗം ചെന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു ഹോളിനകത്ത് ലോക്ക് ചെയ്ത് നിൽക്കണം. ആ ഭാഗത്തും ഇതേപോലെ തന്നെ ഫംഗസ് പിടിച്ചിട്ട് അത് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് മാക്സിമം ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതിന് ശേഷം ഇത് മാറ്റിയിടാം. ഫ്ലോട്ട് വാൽവ് ആവശ്യമാണെങ്കിൽ ഇതും മാറ്റേണ്ടി വന്നേക്കും. എങ്കിൽ പോലും നമുക്ക് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത 90% ഉണ്ട്. കാരണം ഞാൻ അത് ഈ കാർബേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. കാർബേറ്റർ നമുക്ക് ക്ലീൻ ചെയ്യാണ്ട് തരവില്ല. ഈ സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സീറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് വീണ്ടും പൊളിയും. അങ്ങനെ പറഞ്ഞ സമയത്ത് 90% ഓവർഫ്ലോ വരാനായിട്ടുള്ള സാധ്യത നിലവിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നടപടിയായില്ല, ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ കാർബേറ്റർ അസംബ്ലിയെപ്പാടി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ. എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പിന്നെ അത് കൂടാതെ നമുക്ക് ഈ പെട്രോൾ ടാങ്കിൽ ഇപ്പോൾ നിലവിൽ കുറച്ച് പെട്രോൾ കിടക്കുന്നുണ്ട്. അതും കിടന്ന് മെൽറ്റായ ഒരവസ്ഥയാണ്. സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതായത് സാധാരണ പെട്രോളിൻ്റെ സ്മെല്ലല്ല, പെട്രോൾ പഴകി കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ട്. ആ സ്മെല്ലടക്കം വന്നതുകൊണ്ട് തന്നെ ഈ ടാങ്കും കൂടി അഴിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇവ കിടക്കുന്ന പെട്രോൾ മാറ്റി പുതിയ പെട്രോൾ ഫില്ല് ചെയ്യുക. അതിന് ശേഷം കാർബറേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റിയാലാണ് ഉപകാരമുള്ളൂ. അതുകൊണ്ട് അതല്ലെങ്കിൽ യാതൊരു വക കാര്യമില്ല. അപ്പോൾ നമുക്ക് കൂട്ടത്തിക്കടെ പ്ലഗ് മാറ്റാം, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റൊക്കെ മാറ്റി ടാങ്ക് ക്ലീൻ ചെയ്ത് പുതിയ പെട്രോൾ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതാണ് നമുക്ക് നടപടിയുള്ള കേസ് കേട്ടോ. പിന്നെ നമുക്കിതും ഇരിക്കുന്ന ബാറ്ററി ഞാൻ അഴിച്ചൊന്ന് ചാർജിലേക്ക് ഇട്ടേക്കാണ്. 2022 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുക. 2022 മോഡൽ. ഞാനത് ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചേക്കണത്. എന്താ പോലും ഞാൻ അഴിച്ചിട്ടൊന്ന് ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. മാക്സിമം ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും വണ്ടി സെൽഫ് അടിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സെൽഫ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി പീരീഡ് 2022 എന്ന് പറയുമ്പോഴത്തേക്കും വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാം, ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റിയാൽ മതി എന്തെങ്കിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ കിക്കറിലായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്ന കണ്ടീഷനിലേക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ കോൺടാക്റ്റ് കിട്ടാത്തൊരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഗ്രീഷ് സ്വിച്ച് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഈ ഇവിടെ വരുന്ന കോൺടാക്റ്റ് ലൂസ് കോൺടാക്റ്റ് കാണിച്ചാണ്. അതിനകത്ത് തന്നെ പോസിറ്റീവ് ടെർമിനലിലെ കോൺടാക്റ്റ് കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ താക്കോൽ ഓൺ ആക്കിയതിന് ശേഷം താക്കോൽ പതുക്കെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ ആ കോൺടാക്റ്റ് കയറി വരും. അങ്ങനെയാണ് നമ്മൾ വന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് ഹോണൊക്കെ അടിച്ചത്. ആ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കേസ്. ഗ്രീഷ് സ്വിച്ച് നമ്മൾ മാറ്റുന്നൊന്നുമില്ല. തൽക്കാലം കോൺടാക്റ്റ് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിടാം. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് കയറ്റാം. ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് പെട്രോൾ മാറ്റാം. കാർബറേറ്റർ ക്ലീൻ ചെയ്യുക. സ്ലോ ജെറ്റ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുക. പ്ലഗ് അടക്കം മാറ്റാം. ഇത്രയായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അത്രയും ഭാഗം ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. വീണ്ടും നമ്മൾ എടുത്ത് പറയേണ്ട കേസ് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത 90% ഉണ്ട് കേട്ടോ. അത് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബറേറ്റർ മാറ്റി വയ്ക്കാനാണ് തരുള്ളൂ.
എങ്കിൽ കൂടി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ.